ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. മാധവെല്ലാം പറഞ്ഞു നിർത്തുമ്പോൾ ചന്ദനയിൽ ഒരു ഞെട്ടലായിരുന്നു. എങ്കിൽ ചന്ദ്രൻ എന്നതിനകത്ത് ദേഷ്യമാണ് തോന്നിയത്. എന്ത് തോന്നിവാസ അവനെ ഈ കാണിക്കുന്നത്? എന്നിട്ട് നീ ഒന്നും മിണ്ടാതെ ഇറങ്ങി വന്നോ മാധവ്? ഇല്ല ചാ, പറയാനുള്ളതെല്ലാം അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലോകം കീഴ്മേൽ മാറിയെന്ന് പറഞ്ഞാൽ പോലും അവളെ ഞാൻ സ്വീകരിക്കില്ല. പക്ഷെ എൻ്റെ പെണ്ണിനെ കൊന്ന അയാളെ ഞാൻ വെറുതെ വിടില്ല. തൻ്റെ ഉള്ളിലെ ദേഷ്യം അടക്കാനെന്നോണം മാധവ് തൻ്റെ ഇരു കണ്ണുകളും അമർത്തിയടച്ചു. മഹാപാപി, ഒരു മിണ്ടാപ്പാണിയെ ഇല്ലാതാക്കാൻ എങ്ങനെ തോന്നി അയാൾക്ക്? മാധവ്, ഇനി നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടായ അതൊരിക്കലും അവളാകരുത്. അവൾ അറിയാതെ അതൊക്കെ സംഭവിച്ചതെങ്കിൽ പോലും അവൾ ഒറ്റയാൾ കാരണം ഇതൊക്കെ സംഭവിച്ചത്. ആദ്യം അർജുൻ്റെ ജീവിതം തുലച്ചു, ശേഷം മാളുവിൻ്റെ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി ആ കുഞ്ഞിനെ കൊന്നു. ഇനി ഈ കുടുംബം കൂടെ കുളം തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ചന്ദന ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. അവനെ ഇനി ഇങ്ങനെ വിട്ടുകൂടാ മാധവ്. നിനക്കൊരു കംപ്ലൈൻറ്റ് കൊടുത്തൂടെ ഇതിൻ്റെ പേരിൽ? വേണ്ടച്ചാ, കണക്കുകൾ നേരിട്ട് തീർക്കാം. അതിൻ്റെ ഇടയിൽ ഇടനിലക്കാരും വേണ്ട. മാധവ് പറയുമ്പോൾ അതിനയാളൊന്ന് മൂളി. ഡോക്ടർ എന്ത് പറഞ്ഞു ഏട്ടാ ഡാഡിക്ക്? ഡോക്ടറെ കണ്ട് മടങ്ങി വന്ന ആരവിനോട് വർഷ കാര്യം തിരക്കുമ്പോൾ അവൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. എന്തെങ്കിലും ഒന്ന് പറയും മോനെ, അദ്ദേഹത്തിന് ഇപ്പം എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞത്? അശ്വതി കൂടി ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ആരവ് അവരെ മെല്ലെ ചേർത്ത് പിടിച്ചു. ജീവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ ആരവ്? അമ്മ, അച്ഛൻ കോമാ സ്റ്റേജിലാണ്. ഇനി ഒരിക്കലും മടങ്ങി വരാത്ത വിധം. അവൻ അത്രയും പറയുമ്പോൾ തന്നെ അശ്വതി വാപൊത്തി കരഞ്ഞു. വർഷനേട്ടലോടെ ചുമരിൽ ചാരി നിന്നു. കരഞ്ഞിട്ട് കാര്യമില്ലമ്മ, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ മതിയാകൂ. ചെറുതൊന്നുമല്ല കാട്ടിക്കൂട്ടിയത്. പുറമേ വാക്കുകൾ കൊണ്ട് അയാളെ കുറ്റപ്പെടുത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവനിലും അതൊരു നോവായിരുന്നു. പക്ഷെ അതിനെല്ലാം പുറമെ മാധവിൻ്റെയും മായുവിൻ്റെയും മുഖം ഉള്ളിൽ തെറിയുമ്പോൾ തൻ്റെ അച്ഛൻ്റെ മുഖം അവൻ മനഃപൂർവ്വം പിന്നിലേക്ക് തള്ളി. ആരവ്? മാനവിൻ്റെ ശബ്ദം കേൾക്കെ വർച്ചെറിഞ്ഞെട്ടിലൂടെ മുന്നോട്ട് നോക്കി. തൻ്റെ എന്നോട് സംസാരിച്ച് നിൽക്കുന്ന മാനവിനെ കണ്ട് അവളുടെ ഉള്ളിൽ ഒരു പെരുമ്പറതന്നെ മുഴങ്ങി. ഏട്ടൻ പറഞ്ഞതുപോലെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയും ചെറുതൊന്നുമല്ല. പക്ഷെ ആദ്യമായി ഭയം തോന്നുന്നു എനിക്ക്. അയാളുടെ അടുത്ത ലക്ഷ്യം ഞാൻ തന്നെയാണ്. ഇതിന് എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക? പിടപ്പോടെ വർഷ ഉള്ളിൽ പലതും ചെയ്യുകയായിരുന്നു. വർഷ, തൊട്ടു മുന്നിൽ നിന്നുള്ള മാനവിൻ്റെ ശബ്ദമാണ് അവൾ ഉണർത്തിയത്. ഞെട്ടിലോടെ അവൻ ഉറ്റുനോക്കി. എനിക്കൊന്ന് സംസാരിക്കണം, വാ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ വർഷ ആരവനെ ഒന്ന് നോക്കി. ശേഷം വല്ലവൻ്റെ പിന്നാലെ പോയി. മാനവ ആളൊഴിഞ്ഞൊരു കോർണറിലേക്കാണ് പോയത്. ചില്ല് ഗ്ലാസ്സിലൂടെ അവൻ പുറത്ത് ഡോറിലേക്ക് നോക്കി നിന്നു. ഈ ഒരു അവസരത്തിൽ പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എങ്കിലും വിവാഹം ഇനിയും വെച്ച് നീട്ടെന്നാ എൻ്റെ അഭിപ്രായം. താനെന്ത് പറയുന്നു? എനിക്ക് സമ്മതമാണ്. അവൻ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ഒരു പടി പോലും ആലോചിക്കാതെയുള്ള അവളുടെ മറുപടി കേൾക്കെ മാനവ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. ഭയം നല്ലോണം ഉണ്ടല്ലേ? അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവൻ ചോദിക്കുമ്പോൾ അവളുടെ മുഖം കുറ്റഭാരത്താൽ താഴ്ന്നു. എല്ലാം ചെയ്തിട്ടൊടുവിൽ സ്വന്തം ജീവൻ നഷ്ടമാകുമെന്ന് അറിയുമ്പോൾ തോന്നുന്ന ഈ കുറ്റബോധത്തിൽ യാതൊരു ദൈവമില്ല വർഷ. നഷ്ടം വന്നതൊരു ജീവനാണ്. എനിക്കറിയില്ല, സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇത് നടന്നത്. ധനുവിനെ ഉപദ്രവിച്ചത് എൻ്റെ ആവശ്യപ്രകാരം തന്നെയാ. പക്ഷെ മയുവിൻ്റെ മനത്തിൽ എനിക്കോ എൻ്റെ അച്ഛനോ പങ്കില്ല, വിശ്വസിക്കണം. അവൾ കണ്ണീരോടെ പറയുമ്പോൾ മാനവ അവളെ ഒന്ന് നോക്കി. ചെയ്തതെല്ലാം തെറ്റാ. അർജുൻ എന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചപ്പോൾ മുന്നും പിന്നും നോക്കിയില്ല. ഒരുപാട് ക്രൂരതകൾ ചെയ്തു. ധനുവിൻ്റെ മാനം നഷ്ടപ്പെടുത്തി. വീണ്ടും അവളെ ഉപദ്രവിച്ചു. അർജുനെയും മാളവികയും ദക്ഷയെയും എന്തിന് സ്വന്തം ഏട്ടൻ്റെ ജീവിതം വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും വേണ്ടെന്ന് തോന്നി. പക്ഷെ എനിക്കിപ്പോൾ ഭയം തോന്നുന്നു. എനിക്ക് ജീവിക്കണം. ആരും എന്നോട് ക്ഷമിക്കില്ല. അയാളെന്നെ കൊല്ലും. അവൾ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ പുലമ്പുമ്പോൾ മാനവിൻ്റെ മുഖം ചുളിഞ്ഞു. വർഷയുടെ കാലുകൾ പിറകേക്ക് നീങ്ങിയതും മാനവ ഒറ്റ നിമിഷം കൊണ്ട് മുന്നോട്ടാഞ്ഞ് അവൾ ഇരു കൈയിലും പിടിച്ച് മുന്നോട്ട് വലിച്ചു. ഡോ വർഷ! മാനവ അവളുടെ ഇരു തോളിലും പിടിച്ച് ശക്തമായി കുലുക്കിയതും വർഷയുടെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു. വായിൽ നിന്നും നുരയും പതയും ഒഴുകി വിറച്ചുകൊണ്ട് അവൾ നിലത്തേക്ക് വീഴാൻ ഒരുങ്ങിയതും മാനവ അവൾ താങ്ങിപ്പിടിച്ചു. പുറത്തെ കോളിംബെല്ലിൻ്റെ ശബ്ദം കേൾക്കെ കിച്ചണിൽ നിൽക്കുകയായി നിഹിമ മെല്ലെ ഹാളിലേക്ക് വന്നു. അടഞ്ഞു കിടക്കുന്ന ശ്രേഷ്ഠവൻ്റെ റൂമിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ ഡോറ് പോയി തുറന്നു. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവൾ ഒരു വേള ചിരിക്കണോ വേണ്ടിയോ എന്ന് അറിയാതെ നിന്നു. ശ്രേഷ്ഠവില്ലേ? അകത്തുണ്ട്, വരൂ. ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേൾക്കെ ഹിമ വേഗം പിന്നിലേക്ക് നീങ്ങി.
അർജുനുള്ളിലേക്ക് കയറുമ്പോൾ ഹിമ വേഗം ഡോർ അടച്ചുകൊണ്ട് ശ്രേഷ്ഠവന്റെ റൂമിൽ പോയി തട്ടി. 1-2 തവണ മുട്ടിയിട്ടും അവൻ ഡോറ് തുറക്കുന്നില്ലെന്ന് കണ്ടതും അവളൽപ്പം ഉറക്കത്തിൻ്റെ തട്ടാനായി കൈ ഉയർത്തിയതും അകത്തുനിന്ന് ഡോറ് തുറന്നതും ഒന്നിച്ചായിരുന്നു. ഒരു വേള അവളുടെ കൈ വന്ന് ശക്തമായി പതഞ്ഞത് അവൻ്റെ നെഞ്ചത്തായിരുന്നു. ഹോ, കൊല്ലൊടി പുല്ല നീ എന്നെ! അവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അവൻ അലറുമ്പോൾ ഹിമ പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. അതിന് ഞാൻ അറിഞ്ഞോ നെഞ്ച് വിരിച്ചു വന്ന് മുന്നിൽ നിൽക്കൂന്ന്? സോറി, ഞാൻ കണ്ടില്ല. ആടി പുല്ലേ, നീ കാണില്ല, കാണാൻ നിനക്ക് കാണില്ലല്ലോ. അവൻ വീണ്ടും അവൾക്ക് നേരെ ചീറുമ്പോൾ അർജുൻ തലയെ കൈവച്ച് സോഫയിലിരുന്നു. ദേ, നിങ്ങളുടെ അനിയൻ വന്നിരിപ്പുണ്ട്, വെറുതെ ബായിലിരിക്കുന്നൊന്ന് കേൾക്കണം നിങ്ങൾ. അത് കേട്ട് ശ്രേഷ്ഠ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സോഫയിലിരിക്കുന്ന അർജുനെ കണ്ട് അവൻ വേഗം അർജുൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഹിമ വീണ്ടും കിച്ചണിലേക്ക് പോയി. നീ എന്താടാ ഇവിടെ? ഐ നീഡ് ഹെൽപ്പ്. വളച്ചുകെട്ടിൽ ഏതുമില്ലാതെ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുമ്പോൾ ശ്രേഷ്ഠ അവനെ നോക്കി. ശിവദാസ്. അത് പറയുന്നതിനൊപ്പം അർജുൻ തൻ്റെ ഫോണിലെ പിക്ക് അവന് നേരെ നീട്ടി. ശ്രേഷ്ഠ അത് വാങ്ങി നോക്കി. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇയാൾ നിൻ്റെ ആളുകളെ കൊണ്ട് ഞാൻ പറയുന്നിടത്ത് എത്തിക്കണം. ബാക്കി ഐ വിൽ മാനേജ്. എനിക്കിതിലേക്ക് നേരിട്ടിറങ്ങാൻ കഴിയില്ല. സോ ഏത് ഞാൻ ഏറ്റു, എവിടെ എപ്പം എത്തിക്കണമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. എൻ്റെ പിള്ളേരെത്തിച്ചിരിക്കും നിൻ്റെ മുന്നിൽ. അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അർജുൻ സോഫയിലേക്ക് ചാരിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു പകൽ. ഡോക്ടർ, വർഷയ്ക്ക് തനിക്ക് മുന്നിലേക്കുന്ന സൈക്കാട്രിസ്റ്റ് വൈഷവനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ വല്ലാത്തൊരു ആശങ്ക കലർന്നിരുന്നു ആരവിൽ. ആക്ച്വലി പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ആ കുട്ടി പൊട്ടും നോർമലല്ല. എന്തോ ഒരു ഭയം അവളെ പിടികൂടിയിട്ടുണ്ട്. ഉദ്ബോധ മനസ്സിനത് കാർന്ന് തിന്നുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് വർഷം മടങ്ങി വരിക എന്നത് ഇമ്പോസിബിൾ. ബട്ട് ചാൻസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിലിപ്പോൾ ആ മനസ്സ് പൂർണ്ണമായും താളം തെറ്റിയിരിക്കുകയാണ്. താൻ വൈകാതെ കൊല്ലപ്പെടുമോ എന്നൊരു ഭയം ആ കുട്ടിക്കുള്ളിലുണ്ട്. മനുഷ്യ മനസ്സല്ലേ, താങ്ങാൻ കഴിയാത്ത ഇൻസിഡൻ്റ് ഉണ്ടായാൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ തനിക്ക് പിന്നാലെ തൻ്റെ മരണം ഉണ്ടെന്ന് അറിയുമ്പോൾ ഏതൊരു മനുഷ്യനും പരിഭ്രാന്തിയിൽ അകപ്പെട്ടു പോകും. അതൊരു സ്ത്രീയായാൽ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ഡോക്ടർ, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് വീക്ക് പോയിട്ട് വിവാഹമാണ്. ബാക്കി പറയാൻ കഴിയാതെ ആരവൊന്ന് നിർത്തി. സീ മിസ്റ്റർ ആരവ്, ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നത് റിസ്ക്കാണ്. കാരണം വല്ലാതെ വയലൻ്റ് ആകുന്നതിനിടയ്ക്ക് സംടൈംസ് സ്വയം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടിക്ക് ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പോസിബിളാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. വേണ്ട ഡോക്ടർ, വർഷ ഇവിടെ തുടരട്ടെ. അവൾ പൂർണ്ണമായി ഓക്കെ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മാനവിൻ്റേതായിരുന്നു ആ മറുപടി. ദാറ്റ്സ് റൈറ്റ് ഡിസിഷൻ മിസ്റ്റർ മാനവ്. എന്തായാലും ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് പ്രതീക്ഷ ഞാൻ തരുന്നില്ല, എങ്കിലും പ്രാർത്ഥിക്ക്. ഡോക്ടറിൻ്റെ കൺസൾട്ടിംഗ് റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ആരവിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. കൂടെ നിൽക്കുന്ന മാനവരോട് എന്തു പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. അന്ന് മാനവും വർഷയും സംസാരിക്കുന്നതിനിടയിൽ ബോധം മറിഞ്ഞു വീണ വർഷയെ മാനവ് തന്നെയാണ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചത്. ഡോക്ടറോളെ പരിശോധിച്ച ശേഷം ട്രിപ്പിട്ടു എങ്കിലും ബോധം വന്ന വർഷം ആകെ വയലൻ്റായിരുന്നു. ഉച്ചത്തിൽ അലറിക്കൊണ്ട് എഴുന്നേറ്റ് ഓടാൻ നിന്ന് അവളെ ആരവ് ബലമായി ബെഡിലേക്ക് പിടിച്ചു കിടത്തുമ്പോൾ ഡോക്ടർ അവൾക്ക് സെഡേഷൻ കൊടുത്തു. അവിടുത്തെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമാണ് ആരവും മാനവും വർഷയെ സൈക്കാട്രിസ്റ്റ് വൈഷ്ണവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. വർഷ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ 4 ദിവസം തികയുന്നു. ഉച്ചത്തിൽ കരയുകയും മലരി ചിരിക്കുകയും ചെയ്യുന്ന അവളെ എല്ലാവരും ഒരു ഭയത്തോടെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത്. പഴയ വർഷയിൽ നിന്നും പുതിയ വർഷയിലേക്കുള്ള രൂപാന്തരമായിരുന്നത്. സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് ആരെയോ വെയിറ്റ് ചെയ്യുകയാണ് ശ്രേഷ്ഠപു. തനിക്ക് മുന്നിലായി ഒരു കാറ് വന്ന് നിൽക്കുമ്പോഴാണ് ഫോണിൽ നിന്നും ശ്രദ്ധ മുന്നോട്ട് നീങ്ങുന്നത്. എവിടെ? അത്രമാത്രമായിരുന്നു അർജുൻ്റെ ചോദ്യം. അകത്തുണ്ട്, നീ വാ. ശ്രേഷ്ഠപു ഫോൺ ഓഫ് ചെയ്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ആ ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അർജുന് ചുറ്റുമൊന്ന് നോക്കി പതിയെ അവൻ്റെ പിന്നാലെ പോയി. ദേ കിടക്കുന്നു മിസ്റ്റർ ശിവദാസ്. ശ്രേഷ്ഠവിൻ്റെ പുച്ഛത്തോടെയുള്ള വാക്കിലാണ് മുഖം താഴ്ത്തിയിരുന്ന ശിവദാസ് മുഖമുയർത്തി നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന അർജുനെയും ശ്രേഷ്ഠവനെയും കണ്ട് അയാളുടെ കണ്ണുകൾ പകയായി തിളങ്ങി. അർജുൻ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. വായിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. തലയുടെ സൈഡിലായി ഒരു മുറിവുണ്ട്. പിള്ളേരെ എടുത്തിട്ടൊന്ന് പെരുമാറി. വയസ്സാകാലത്ത് പിള്ളേരോട് മുട്ടാൻ ചെന്നാ പാവന്മാർ വെറുതെ വിടുവോ? അത് കേട്ട് അർജുനൊന്ന് ചിരിച്ചു. ചേട്ടനും അനിയനും കൂടി എന്നെ ഉണ്ടാക്കാൻ വന്നതാകുമല്ലടാ. നിനക്കൊക്കെ മുന്നിൽ ഇനിയും തോറ്റു തരാൻ സൗകര്യമില്ല എനിക്ക്. നിനക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നീയൊക്കെ അങ്ങ് ഉണ്ടാക്കടാ.
വായിലെ ചോര നിലത്തേക്ക് തുപ്പിക്കൊണ്ട് അയാൾ ഉച്ചത്തിൽ അലറി. അർജുൻ, ഇനി നിന്റെ ടേണാണ്, എന്തെന്ന് വെച്ചാൽ അയക്കോ. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠവ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ അർജുനും അയാളും മാത്രമായി. ഡോറടിച്ച് പുറത്തെ തൂണിൽ ചാരി നിന്ന് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിലെടുത്ത് ചുണ്ടോട് ചേർക്കുമ്പോൾ തന്നെ അകത്തു നിന്നുള്ള ശിവദാസൻ്റെ അലറിക്കരച്ചിൽ ശ്രേഷ്ഠവിന് കേൾക്കാമായിരുന്നു. ഉച്ചത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ശ്രേഷ്ഠവ് ആ കരച്ചിൽ ആസ്വദിച്ചു. ഒരു വേള ഉള്ളിൽ തെളിഞ്ഞത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിലത്ത് കിടത്തിയിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ശരീരവും അവൾക്കടുത്തിരുന്ന് അലറിക്കരയുന്ന മാളവിൻ്റെ മുഖവുമായിരുന്നു. അകത്തു നിന്നുള്ള കരച്ചിൽ ശക്തമായതും ശ്രേഷ്ഠവ് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. നിലത്ത് കിടന്ന് പിടയുന്ന ശിവദാസനെ നോക്കി ക്രൂരമായി ചിരിക്കുന്നു അർജുൻ. അവൻ്റെ കയ്യിലായി ഇരുമ്പ് ദണ്ടും. അയാളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചോര പൊട്ടിയൊഴുകുന്നുണ്ട്. നിലത്ത് കിടന്നൊരു പുഴുവിനെ പോലെ പ്രാണന് വേണ്ടി പിടയുകയാണ് അയാൾ. അർജുൻ ശ്രേഷ്ഠവൻ്റെ അരികിൽ വന്ന് അവൻ്റെ തോളിലൊന്ന് കയ്യമർത്തി. അർജുൻ അതിൽ ശ്രദ്ധ കൊടുക്കാതെ അയാൾക്ക് അടുത്തേക്കിരുന്നു. തൻ്റെ മകളെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്, പക്ഷെ ഞാനല്ല, അവളാ എന്നെ കൈയൊഴിഞ്ഞത്. എന്നിട്ടും ഒരു പട്ടിയെ പോലെ പുറകെ വന്നു ഞാൻ. നിങ്ങൾ കൂടി ആട്ടിയിറക്കിയത് പിന്നെയല്ലേ ഞാൻ അവിടെ നിന്ന് മാറി നടന്നത്. ഞാൻ എങ്ങനെയാടോ തൻ്റെ മകളുടെ ജീവിതം തകർത്തവനായത്? താനാ എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും ജീവിതവും കുടുംബവും തകർത്തത്. ഇതെല്ലാം തൻ്റെ മകൾക്ക് വേണ്ടിയല്ലേ? പക്ഷെ താനൊന്നും ഓർത്തോ, ഒരു പാവം പെണ്ണിനെ കൊന്നൊടുക്കിയിട്ട് താൻ നേടിക്കൊടുത്ത ജീവിതം തൻ്റെ മകൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. മാധവ് അവൾ ഒരിക്കലും സ്വീകരിക്കില്ല. ഇത് അർജുൻ്റെ വാക്കാ, അർജുൻ അവൻ്റെ അനിയത്തിക്ക് കൊടുക്കുന്ന വാക്ക്. അത് കേൾക്കി ആ അവസ്ഥയിലും അയാൾ ഞെട്ടിപ്പിടഞ്ഞു. പൂർവികർ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അവരുടെ മക്കളാണെന്ന് കേട്ടിട്ടുണ്ട്. താൻ ഈ ചെയ്തതിൻ്റെയൊക്കെ അനുഭവിക്കാൻ പോകുന്നത് തൻ്റെ മകളാകും. തിരിഞ്ഞു നോക്കില്ല ഇനി ആരും അവളെ. അനുഭവിക്കണ എല്ലാം. അർജുൻ അയാൾ കൈ ഉയർത്തി അവശതയോടെ വേണ്ട എന്ന് അനക്കും മുന്നേ അർജുൻ ആ കയ്യിൽ ആഞ്ഞു തല്ലിയിരുന്നു. അയാളുടെ അലറിക്കരച്ചിൽ അവിടെയെങ്കും മുടങ്ങി. ഇനി തനിക്ക് ആയുസില്ലടോ, അത് ഈ അർജുൻ അങ്ങ് എടുക്കാൻ പോവാ. എല്ലാം നേടിയെടുത്തുന്ന അഹങ്കരിച്ച് താൻ ഒന്നും നേടിയില്ലെന്ന് തിരിച്ചറിവില് മരികടോ താനിനി. അത് പറയുന്നതിനൊപ്പം അർജുൻ അയാളുടെ തലയ്ക്ക് പിന്നിലായി ആ ഇരുമ്പ് ദണ്ട് ആഞ്ഞടിച്ചു. മാസങ്ങൾക്ക് ശേഷം ഒരുപാട് പഴക്കം ചെന്നൊരു മണ്ണിട്ട റോഡിലൂടെ അർജുൻ്റെ വാഹനം വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ലക്ഷ്മണനാണെങ്കിൽ കോ ഡ്രൈവിംഗ് സീറ്റിൽ രാമനുണ്ട്. എങ്ങോട്ടേക്കുള്ള യാത്രയാണ് അവർ. അർജുൻ, നീ ആ ഫോണെടുത്ത് ഡയറക്ടർ ഒന്ന് വിളിച്ചേ. ഇതിപ്പോൾ അയാൾ പറഞ്ഞ സമയവും കഴിഞ്ഞു, സ്ഥലവും എത്തിയില്ല. ഇനി റോഡെങ്ങാനും മാറിപ്പോയെന്ന എൻ്റെ സംശയം. മാധവ് കാറൊരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് ചുറ്റും നോക്കുന്നതിനിടയിലായി അർജുനോട് പറഞ്ഞു. ഇവിടെയും ഒറ്റ മനുഷ്യനെ പോലും കാണാനില്ലല്ലോ. ഈശ്വര, ഇതിന് വല്ല കാടുവാണോ? കാട്ടിലാണോ മനുഷ്യൻ മണ്ണിട്ട് റോഡും വയലും? പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കെ മാധവ് പിന്നിലേക്കൊന്ന് കൂർപ്പിച്ച് നോക്കി. അത് കണ്ട് മാളവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. പെണ്ണെ, നീ ഞാൻ പറഞ്ഞത് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണെന്ന്. മര്യാദക്ക് വലത്തോടുള്ള റോഡിലൂടെ പോയാൽ മതിയായിരുന്നു. നിങ്ങളിങ്ങനെ കിടന്ന് ടെൻഷൻ ആകാതെ മനുഷ്യ. ഭൂമി ഉണ്ടതല്ലേ, എവിടെയെങ്കിലും പോയി എത്താതിരിക്കില്ല. അർജുനെ, നിനക്ക് ഈ പെണ്ണിനെ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോക്കോ, ഇല്ലെങ്കിൽ ആ വായിലേക്ക് എടുത്ത് എറിയും ഞാൻ. മാധവ് പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ അർജുൻ കോൾ ചെയ്യുന്നതിനിടയിലും മാളവിനെ തിരിഞ്ഞു നോക്കി കണ്ണ് ചെപ്പിച്ചിരിച്ചു. കുറച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ സംഭവിച്ചു. അന്നത്തെ അർജുൻ്റെ കോളും മാളവികയെ തേടിയെത്തിയത് അവൾക്കുള്ള സന്തോഷ വാർത്തയും ഉണ്ടായിരുന്നു. ശിവദാസന്റെ മരണവാർത്ത. അന്ന് ആദ്യമായി നീതിക്കെതിരാണെങ്കിൽ കൂടി ഒരാളുടെ വിയോഗത്തിൽ മാളവിക മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. എങ്കിലും പെട്ടെന്ന് അർജുനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല മാളവിക. അതിലുപരി തൻ്റെ അച്ഛനെയും അമ്മയെയും ഒറ്റക്കാക്കി പോകാനുള്ള വേദനയും മറ്റാരേക്കാളും അർജുനവളെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ മനസ്സുകൊണ്ട് തൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നത് വരെ അവൾ അവളുടേതായ സ്പേസിൽ വിടാനും അവൻ തയ്യാറായിരുന്നു. ശിവദാസന്റെ മരണവാർത്ത പുറംലോകം അറിഞ്ഞത് വളരെ വൈകിയാണ്. ശ്രേഷ്ഠവിൻ്റെ ആളുകൾ അയാളുടെ ബോഡി ഏതോ കുളത്തിലാണ് ഉപയോഗിച്ചത്. അർജുനിൽ നിന്നും സംഭവം പറഞ്ഞ മാധവന് നീരസമായിരുന്നു. താൻ ചെയ്യേണ്ട കർമ്മം നഷ്ടമായത് കൊണ്ടുള്ള ദേഷ്യം. എങ്കിലും അയാളുടെ മരണം അവൻ അത്രയേറെ സന്തോഷിപ്പിച്ചു. ദിവസങ്ങൾ പിന്നിടുമ്പോൾ മഞ്ജരിയുടെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അർജുന്. ധനുവിനെ കാണാനില്ലെന്നും അവൾ എവിടെയാണെന്ന് തങ്ങൾക്ക് അറിയുമോ എന്നായിരുന്നു അവരുടെ ചോദ്യം. അതിന് വ്യക്തമായ ഭാഷയിൽ മാധവ് തന്നെയാണ് മറുപടി പറഞ്ഞ് ആ സംസാരം അവസാനിപ്പിച്ചത്. ഇത്തവണ അവളെ തിരക്കി പോകാൻ അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാനോ അർജുൻ കൂട്ടാക്കിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഇനി സ്വന്തം ജീവിതം ഹോമിക്കാൻ ഒരുക്കമായിരുന്നില്ലവൻ. ഇതിനിടയിലും വർഷയുടെയും മനുവിൻ്റെയും വിവാഹം മുടങ്ങി. മനസ്സിന്റെ താളം തെറ്റിയ പെണ്ണിനെ തൻ്റെ മകന് വേണ്ട എന്നായിരുന്നു മാനവിൻ്റെ അമ്മയുടെ തീരുമാനം. അതിലുപരി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും വർഷക്ക് ഒരു മാറ്റവും ഇല്ലെന്നും കൂടുതൽ അവൾ മാനസികമായി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നെന്ന് ഡോക്ടർ അറിയിച്ചത് കൂടിയായതും മാനവനും അതിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. ആരവനും അശ്വതിക്കോ അതിൽ പരാതിയില്ലായിരുന്നു എന്നത് മറ്റൊരു സത്യമാണ്. ആനന്ദ് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ്.
യാതൊരു മാറ്റവും ഇല്ലാതെ. ചെയ്ത പ്രവർത്തികൾക്കൊക്കെ അതിക്രൂരമായി തന്നെ ആ അച്ഛനും മകളും ഓരോ ദിനവും അനുഭവിച്ചു കൊണ്ടിരുന്നു. നിർത്തിവെച്ചിരുന്ന പ്രൊജക്റ്റൊക്കെ അർജുൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ മടിയതും കൂടാതെ അവൻ തൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങി. ഒരുപാട് പ്രൊജക്റ്റുകൾ അവന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ശ്രേഷ്ഠവും റിപ്പോർട്ടും പിന്നിലല്ല. ഏട്ടനും അനിയനും ഒന്നായതോടെ സിനിമാ രംഗം അതൊരു ആഘോഷമാക്കി തീർത്തു. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ രണ്ടാളും ഒന്നിനൊന്നും മെച്ചമായി മിന്നിത്തിളങ്ങുന്നു. അർജുൻ്റെ ന്യൂ പ്രൊജക്റ്റ് പാലക്കാട് ജില്ലയിലെ ഒരു ഉൾപ്രദേശത്ത് വെച്ചിട്ടാണ്. ക്രൂ മെമ്പേഴ്സൊക്കെ 2 ദിവസം മുന്നേ പുറപ്പെട്ട് സെറ്റൊക്കെ ക്രമീകരിച്ചെടുത്തിട്ടുണ്ട്. അർജുന് ഷൂട്ടിംഗ് തുടങ്ങിയതിൻ്റെ തലേന്നാണ് പോകാൻ പ്ലാൻ ഇട്ടത്. കാര്യം മാളവനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഒരു മൂളയിൽ തൻ്റെ മറുപടി തെക്കിക്കൊണ്ട് അവൾ കോള് കട്ട് ചെയ്യുമ്പോൾ അർജുനിൽ എന്തെന്നില്ലാതെ നിരാശയായി. തീർത്തും താൻ ഒറ്റപ്പെട്ടതുപോലുള്ള അവസ്ഥ. എങ്കിലും അവൻ മാളവികയുടെ സൈഡിൽ നിന്ന് മാത്രം ചിന്തിച്ചു. തലേന്ന് കൊണ്ടുപോകാനായി എല്ലാം പാക്ക് ചെയ്യുമ്പോഴാണ് പിറകിലെ വാതിലടയുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. രാഗിയാകുമെന്ന് കരുതി തിരിഞ്ഞു നോക്കിയ അർജുൻ മുന്നിൽ നിൽക്കുന്ന മാളവിനെ കണ്ട് ഒന്ന് അമ്പരന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ തനിക്ക് നേരെ ഇരു കൈയിൽ നീട്ടി നിൽക്കുന്നവളെ കണ്ട് ഓടിപ്പോയി അവളെ വാരി പുണരുമ്പോൾ രണ്ടുപേരും ഒരുപോലെ കരയുന്നുണ്ടായിരുന്നു. ഉള്ളിലെ നോവെല്ലാം പരസ്പരം കണ്ണുനീരിലൊടുക്കിക്കൊണ്ട് അവർ വീണ്ടും ഒരു കൂടിച്ചേരലിന് സാക്ഷ്യം വഹിച്ചു.